ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് ഫെയറിലൊക്കെ പോയ കഥകളൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ കൊല്ലത്തേക്ക് വിട്ടു. കൊല്ലത്ത് 2 ദിവസം കൊല്ലത്ത് ഏട്ടൻ്റെ കസിൻ ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത്, എല്ലാ റിലേറ്റീവ്സിൻ്റെയും വീടുകളിൽ ഒന്ന് പോകണമല്ലോ. അങ്ങനെ എല്ലായിടവും നമ്മളിങ്ങനെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് നിന്ന് നടന്ന് പോകത്തക്ക ദൂരമേ ഉള്ളൂ ഷെഫ് പിള്ളയുടെ മീൻ എന്ന് പറയുന്നുള്ള റെസ്റ്റോറൻറ്റിൽ. ആ ഒരു രക്ഷയില്ല, നല്ല കിടിലൻ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ മാത്രമല്ല പുറത്തും വേറെ കുറേ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റുകൾ അവിടെ ഉണ്ട്. അവിടെയൊക്കെ വേറെ ഒരു ലെവൽ ആംബിയൻസ് ആണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല ലേറ്റായി കേട്ടോ. ലേറ്റാന്ന് വെച്ചാൽ 10:30 അവിടെ ചെല്ലുമ്പോൾ. ആ സമയത്തും അവിടെ സീറ്റ് കാലിയില്ലാത്തത് കൊണ്ട് അവർ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യ്, സീറ്റ് ഒഴിവാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഇതിനുള്ളിൽ നല്ല കിടിലം ആംബിയൻസ്, നല്ല എന്താ പറയുന്നത്, ഒരു വേറെ ലെവലാണ് അതിൻ്റെ ഉള്ളിൽ. ഞാൻ കേരളത്തിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു ആംബിയൻസിൽ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയാലും എല്ലാം ഒരു പ്രത്യേക ലൈറ്റിങ്സ് ആയാലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേകതയുണ്ട്. പുറത്തൊക്കെ നമ്മൾ പലയിടങ്ങളിലും വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ്. ചിലപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ ഇത് കണക്കുള്ള ഇടങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കേരളത്തിൽ. പിന്നെ അവിടുന്ന് നമ്മൾ ഫിഷ് നിർമ്മാണമൊക്കെ കഴിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ ഫോൺ എന്നെ ചതിച്ചു. ബാറ്ററി ലോ ആയി സ്വിച്ച് ഓഫ് ആയി പോയ കാരണം ഫുഡ് കഴിക്കാനതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ എന്തുമായാലും ഞാൻ ഫിഷ് നിർമ്മാണയുടെ കാര്യം എടുത്തു പറയാൻ, ഭയങ്കര കിട്ടിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആരെങ്കിലും അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് നിർമ്മാണ തന്നെ മേടിച്ച് കഴിക്കണം. അപ്പവും ഫിഷ് നിർമ്മാണയും നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമാണ്. അന്ന് ഉച്ച കഴിയുമ്പോൾ ഞങ്ങൾ പോവും. അപ്പം അവിടുത്തെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരുന്നതിനോടാണ് ഭയങ്കര ഇഷ്ടം. പുള്ളിക്കാരത്തി തന്നെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കത്തില്ല. പുള്ളിക്കാരത്തി തന്നെ ഇങ്ങനെ എല്ലാം കുക്ക് ചെയ്യുകയും അത് സെർവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ചേച്ചിക്ക് തന്നെ എല്ലാം ചെയ്യണം. അങ്ങനെ പുള്ളിക്കാരത്തി മീനൊക്കെ വാങ്ങിച്ചു, നന്നായിട്ട് വറുത്തും കറി വെച്ചും ഒക്കെ തന്നു. കുറേ കറികളും വിഭവങ്ങളും ഒക്കെ ചേച്ചി തന്നെ ആക്കിയതാണ് കേട്ടോ. ഇതെല്ലാം ഞങ്ങളെല്ലാവരും ഉണ്ടായിട്ടും ചേച്ചി തന്നെ റെഡിയാക്കിയതാണ് ഇതൊക്കെ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ റെഡിയാവുകയാണ്. കാഞ്ചിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറുമ്പ് കാട്ടി ഇങ്ങനെ നടക്കുകയാണ്. കാഞ്ചി എല്ലാവരെയും വഴക്കുണ്ടാകും, പക്ഷെ കാഞ്ചിയെ തിരിച്ച് വഴക്കുണ്ടാക്കാൻ ചെന്ന് കഴിയുമ്പോഴത്തേന് കാഞ്ചിയുടെ രീതി അങ്ങ് മാറും. കാഞ്ചി പിന്നെ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് കാഞ്ചി അങ്ങ് കരയാൻ തുടങ്ങും. കാഞ്ചിയുടെ അവസാനത്തെ പ്രയോഗമാണ് ഈ ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് കരയുക എന്നുള്ളത്. കാഞ്ചി അതും ഇതുമൊക്കെ പറഞ്ഞ് കാഞ്ചിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് ബഹളം കാണിച്ച് കളയും. കാഞ്ചിയെ പിന്നെ നന്നായിട്ടൊന്ന് ആശ്വസിപ്പിച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെ കാഞ്ചി നോർമൽ മൈൻഡിലോട്ട് വരത്തില്ല. അങ്ങനെ ഞാൻ അയൺ ചെയ്തെല്ലാം റെഡി ആയതിനു ശേഷം പിന്നെ കാഞ്ചിയെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഓരോ ആൾക്കാരായിട്ട് റെഡിയായി വന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഫൈനലി നമ്മളെല്ലാവരും റെഡിയായി ഇങ്ങനെ പുറപ്പെടാൻ തുടങ്ങുകയാണ്. കുഞ്ചുവിൻ്റെയും കാഞ്ചിയുടെയും കയ്യിൽ പിന്നെ എവിടെ പോയാലും ഈ ഒരു ബാഗ് കയ്യിൽ കാണും. അതിനകത്ത് കുറച്ച് ടോയ്സും പിന്നെ കളറിങ് സാധനങ്ങളും എന്തൊക്കെയോ കളറിങ് ബുക്കുകളും ഒക്കെ ആയിട്ടാണ് എല്ലാം പറക്കി കെട്ടിയാണ് എങ്ങോട്ടും പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ കൊല്ലത്ത് നിന്ന് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് വീണ്ടും ട്രെയിനിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ട്രെയിൻ യാത്രയാണ് ഇപ്പം വീണ്ടും നമുക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത്. ഈ എല്ലായിടത്തും കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് മുഷിഞ്ഞ് ആകെ വശം കെടും. നമുക്ക് നാട്ടിൽ വന്നിട്ട് ഒന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രൈവ് ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. പക്ഷേ ട്രെയിൻ യാത്രയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സുഖമായിട്ട് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര സഹായമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ്. നമ്മൾ നേരെ തമ്പാനൂർ വന്നിറങ്ങി. തമ്പാനൂർ താണ്ടേ കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് കുറേ മാവ് നിൽപ്പുണ്ടായിരുന്നു. ആ മാവിലെല്ലാം കുഞ്ഞ് കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. ആ കണ്ണിമാങ്ങയൊക്കെ പറിച്ച് തിന്നിട്ട് നേരെ ഫെയറിലോട്ട് വിട്ടു. എന്തിനാ, എനിക്ക് സ്പാ ചെയ്യണമായിരുന്നു.
സ്പായും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. പല തരത്തിലുള്ള പല കമ്പനിയുടെ പ്രോഡക്റ്റ്സ് അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ പല സലൂണുകളിലും ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഇന്ന പ്രോഡക്റ്റ് വെച്ചിട്ടാണ്, അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ തന്നെ പ്രോഡക്റ്റ് വാങ്ങിക്കണം, എടുക്കണം എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുണ്ട്. അത് അവിടുന്ന് തന്നെ വാങ്ങിക്കണം എന്ന് അവർ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. പക്ഷേ ഇവിടെ അവരങ്ങനെയില്ല. അവർ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രോഡക്റ്റ് ഉണ്ട്, വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിച്ചോ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് അവർ നമ്മളെ അവിടെ ഇതാക്കാറ്. ഓക്കെ, അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അപ്പോഴത്തേന് വിശപ്പടിച്ചു, രാത്രിയായി, നമുക്ക് ഫുഡ് കഴിക്കണം. നേരെ KTDCയിലോട്ട് വിട്ടു ഫുഡ് കഴിക്കാനായിട്ട്. ഇനി ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതി. കാരണം വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത് മടി കാരണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. എല്ലാവരും പൊറോട്ടയൊക്കെ വാങ്ങിച്ചു കേട്ടോ. പൊറോട്ടയും അവിടുത്തെ ബീഫ് റോസ്റ്റും ബട്ടർ ചിക്കനും പിന്നെന്താണ് ഫ്രൈഡ് റൈസും ഒക്കെയാണ് കഴിച്ചത്. നമുക്ക് ഈ ബീഫ് റോസ്റ്റും ബീഫൊന്നും അധികം അവിടെ കിട്ടാത്തത് കൊണ്ടായിരിക്കണം ബീഫ് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയത്. ബട്ടർ ചിക്കൻ ഒരു ആവറേജ് ആയിരുന്നു. കാരണം നമുക്ക് അവിടെ കിട്ടുന്ന ബട്ടർ ചിക്കനും നാട്ടിലെ ബട്ടർ ചിക്കനും തമ്മിൽ നല്ല അന്തരമുണ്ട്. അതുകൊണ്ടായിരിക്കാം ബട്ടർ ചിക്കനോട് വലിയ ഇത് തോന്നാഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. അടുത്ത വിശേഷങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ബൈ.